ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഉരുളൻകിഴങ്ങ് മസാലക്കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു 4 സബോള എടുത്തിട്ടുണ്ട്. അത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞത് കുക്കറിൽ വാട്ടി അതിൽ സബോള അരിഞ്ഞതിട്ടു. ഇനി അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ട്, കറി മസാലയുടെ പൊടി ഇട്ടു, ഉപ്പിട്ടു, മല്ലിയില ഇട്ടു, കറിവേപ്പിൻ്റെ ഇല ഇട്ടു. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കതിൽ കുറച്ച് സോസ് ഒഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തക്കാളി സവാള കൂടെ ഇട്ടാലും മതിയായിരുന്നു. ഞാനതിട്ടില്ല, ഞാൻ സോസ് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ പാകത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളത്തോടക്കനെ വേണമെങ്കിൽ വെള്ളം നല്ലോണം ഒഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾക്ക് അധികം വെള്ളം വേണ്ട. അപ്പോൾ പിന്നെ കുറച്ച് കുഴമ്പ് രൂപമാതിരിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ച് വിസിൽ 2-3 വിസിൽ വരുത്തിട്ടോ. 2 വിസിലായാലും മതി. പിന്നെ ഗോതമ്പ് പൊടി കൈ കൊണ്ടൊന്നും കുഴയ്ക്കാണ്ട് ഇങ്ങനെ കുഴയ്ക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ പേച്ചിൽ തന്നെ എടുത്ത് അതിൽ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് അതിൽ പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇതുകൊണ്ട് നന്നായി കുഴയ്ക്കാൻ പറ്റും കേട്ടോ. സാധാരണ നമ്മളെങ്ങനെയാണോ കൈ കൊണ്ട് കുഴയ്ക്കണം അതേമാതിരി ഇതുകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്നുണ്ട്. കയ്യുമ്മൽ തീരെ ആവില്ല കേട്ടോ. ഇങ്ങനെ ആ പേച്ചിലുകൊണ്ട് ഇങ്ങനെ നമ്മൾ കുഴയ്ക്കുകയെന്ന് വെച്ചാൽ തീരെ ആവില്ല. കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണയില്ലേ, അത് കുറച്ച് ഒഴിച്ച് നന്നായി ഒന്ന്, അത് ഞാൻ ഒഴിക്കണത് ഇതപ്പോൾ ഒഴിച്ചുള്ളൂ കേട്ടോ എണ്ണ. അത് ഞാൻ ഒഴിക്കണത് അങ്ങനെ കറക്റ്റ് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ നന്നായി അതുകൊണ്ട് തന്നെ നന്നായി ഇളക്കി ഉരുട്ടിയെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ എങ്ങനെ പരത്തുന്ന വെച്ചാൽ അതുപോലെ. അപ്പോൾ ഇത്തിരി വെള്ളം ഒരു ലേശം കൂടി അപ്പോൾ അത് അതിൽ കുറച്ച് പൊടി കൂടി ഇട്ടിട്ട് കുഴക്കണം കേട്ടോ. നന്നായി കുഴച്ചതിന് ശേഷം പിന്നെ അത് പരത്തി ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഓരോന്ന് ചുട്ട് ചപ്പാത്തി ചുട്ടെടുത്തു. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ, നല്ല സ്ട്രോങ് ചായ. പിന്നെ ചപ്പാത്തി പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഞാൻ അതിൻ്റെ കറി ഒഴിക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് എണ്ണ കുഴയ്ക്കുമ്പോൾ എണ്ണ കൂട്ടിയ കാരണം ഞാൻ ഇതിലേക്ക് പിന്നെ പരത്താൻ ആയിട്ട് എണ്ണ ചേർത്തില്ല കേട്ടോ, പുരട്ടിയില്ല. അതിലേക്ക് ചേർത്തുണ്ടല്ലോ എണ്ണ, അത് കാരണം. പിന്നെ എണ്ണ നമുക്ക് ശരീരത്തിന് എപ്പോഴും നല്ലതൊന്നുമല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇവിടെ ചപ്പാത്തി എണ്ണയിൽ തന്നെ ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ എണ്ണ ഒഴിച്ച് കുഴയ്ക്കണ കാരണമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. പിന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണും കേട്ടോ. ഓക്കെ, താങ്ക് യു.